വീണ വിജയന്റെ അറസ്റ്റ് ഉടൻ. ഇഡിയുടെ മിന്നൽ നീക്കം. CMRL കോഴയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇഡി നടത്തിയ റെയ്ഡിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഫോൺ പിടിച്ചെടുത്തിരുന്നു. ഈ ഫോൺ ഇപ്പോൾ പരിശോധനയ്ക്കായി ഇഡി ഹൈക്കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയാണ്. കോടതിയുടെ അനുമതി കിട്ടിയാൽ ഉടൻ ഈ ഫോൺ പരിശോധിക്കുകയും ആ ഫോണിലെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇന്നലെ നടന്ന അക്രമത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇഡി വീണയ്ക്ക് സമൻസ് അയക്കാൻ പോകുന്നു. സമൻസ് അയച്ച് വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഇഡി പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ ശരിയായിരുന്നില്ല, കാരണം അവർക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. പുറത്ത് അക്രമാസക്തമായ CPM ആൾക്കൂട്ടം കൂടിയത് കാരണം അവർക്ക് നേരെ ചൊവ്വേ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ വീണ വിജയന്റെ ഉത്തരങ്ങൾ പലതും അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് വീണ്ടും വീണ വിജയൻ നിന്നും ക്ലാരിറ്റിയോടുകൂടി വ്യക്തതയോടുകൂടിയുള്ള മറുപടിയാണ് ഇഡിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സമൻസ് അയച്ച് വീണ വിജയനെ വിളിച്ചു വരുത്തും. ഉത്തരത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടെങ്കിൽ, തെളിവുകളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക എന്നുള്ളതാണ് ഇഡിയുടെ പ്രധാനപ്പെട്ട ഒരു നീക്കം. ഇപ്പോൾ അതിനുള്ള ചടുല നീക്കമാണ് ഇഡി നടത്തുന്നത്. ഇന്ന് ഡൽഹിയിൽ നിന്നും ഇഡിയുടെ കൊച്ചിയിലെ സോണൽ ഓഫീസിലേക്ക് നിർദ്ദേശം വന്നിരിക്കുന്നു. വീണ വിജയനെ എത്രയും വേഗം സമൻസ് അയച്ച് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ആ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. CMRL 132 കോടി രൂപ പലർക്കായി കോഴ നൽകിയിരിക്കുന്നു. അതിലെ വീണയുടെ എക്സാലോജിക്കും ഉൾപ്പെടും. അതിന് അപ്പുറത്തേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങുന്നു. എങ്കിൽ പോലും വീണ വിജയനെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ടാണ്, വീണ വിജയനെ മുഖ്യസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇഡിയുടെ ഇത്തരമൊരു അന്വേഷണം വ്യാപിപ്പിക്കൽ. ആദ്യം വീണ വിജയൻ, അതിനുശേഷം ബാക്കിയുള്ളവർ എന്ന നിലപാടിലേക്ക് ഇഡി മാറിയിരിക്കുന്നു. വീണ വിജയനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ഫോണിന്റെ ഫോറൻസിക് പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ വിജയനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത കണ്ടാൽ അപ്പോൾ തന്നെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇഡിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. കാരണം ഇഡി വളരെ അസ്വസ്ഥമാണ്. അവരെ കഴിഞ്ഞ ദിവസം വളഞ്ഞിട്ട് ആക്രമിച്ചത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ധനകാര്യ വകുപ്പും നോക്കിക്കാണുന്നത്. കേന്ദ്രത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ വിജയന് എത്രത്തോളം രക്ഷപ്പെടാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വീണ വിജയന്റെ ന്യായം 2,78,00,000 രൂപയുടെ കണക്കാണ് ഇഡിക്ക് ബോധിപ്പിക്കാനുള്ളത്. എന്നാൽ ഈ തുകയുടെ ടാക്സ് അടച്ചിട്ടുണ്ട് എന്നാണ് വീണ വിജയൻ പറയുന്നത്. പക്ഷേ ഇഡി അത് കണക്കിലെടുക്കുന്നില്ല. അതെങ്ങനെ ചിലവഴിച്ചു? 2,78,00,000 രൂപ CMRL നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ, എവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്, എങ്ങനെ ചെലവഴിച്ചു? ടാക്സ് അടച്ചെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി, നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളതാണ് ഇഡി ഇവിടെ പ്രധാനമായും ഉയർത്തുന്ന ചോദ്യം. ആ ചോദ്യത്തിനാണ് വീണ വിജയൻ മറുപടി നൽകേണ്ടത്. ആ ചോദ്യത്തിന് മറുപടി ഇല്ല എങ്കിൽ അറസ്റ്റിലേക്ക് തന്നെയാണ് നടപടിക്രമങ്ങൾ നീളുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.